എല്ലാവർക്കും നമസ്കാരം. സ്പ്രീനു നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേരില്ലേ, വളരെ ഭംഗിയായിട്ട് നല്ല വട്ടിവത്ത അക്ഷരത്തിൽ വെള്ള പേപ്പറിൽ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. എന്ത് സുഖാന്നറിയോ അത് കാണാനും ഒപ്പം വായിക്കുകയും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കാം. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. നമസ്കാരം ശ്രീകാന്ത് ഏട്ടാ. എൻ്റെ പേര് സ്പ്രീനു, ചോറ്റാനിക്കരയിൽ നിന്നാണ് എഴുതുന്നത്. കണ്ണൻ്റെ ഭക്ത എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ആ പദം ചേർക്കണമെങ്കിൽ ഇനിയും ഒരുപാട് പടികൾ കയറേണ്ടതുണ്ട്. അത്യന്തം ആഴമുള്ളതും അർത്ഥമുള്ളതുള്ള പദമാണ് അതെന്ന് അറിയാലോ. കണ്ണനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലെ ഒരാളാണ് കേട്ടോ. ത്രിമധുരത്തിലെ ഒരു അംഗവുമാണ്. അധികം നാളായിട്ടില്ല ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട്. ഒത്തിരി കൃഷ്ണാനുഭവങ്ങൾ ഗ്രൂപ്പിലൂടെ അറിയാനും അത് കേട്ട് സന്തോഷിക്കുവാനും സാധിക്കുന്നുണ്ട്. നല്ല മനസ്സുകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് കേട്ടോ. അതെങ്ങനെ അവതരിപ്പിക്കും? അല്ലാതിരിക്കും. ഉണ്ണിക്കണ്ണൻ്റെ കുടുംബമല്ലേ ശരിക്കും ഒരു വൃന്ദാവനം. കണ്ണൻ എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ എനിക്കും കൃഷ്ണാനുഭവങ്ങൾ നൽകാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സ്വപ്ന ദർശനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഇനി എഴുതി വലിച്ചു നീട്ടുന്നില്ല, അനുഭവത്തിലേക്ക് കടക്കാം. ഒരു ദിവസം ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഒന്നിച്ച് ഒരു അമ്പല ദർശനം കഴിഞ്ഞു. ചുറ്റും പ്രദക്ഷിണം വെച്ച ശേഷം കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് അങ്ങനെ മതിൽക്കെട്ടിനുള്ളിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ കൂടെയുള്ളവരിൽ ആർക്കോ ഒരു ആപത്ത് സംഭവിച്ചു. എല്ലാവരും സ്തബ്ധരായി നിൽക്കുന്നു. ഞാൻ നെഞ്ചു പൊട്ടുമാറ് ഉറക്കെ എൻ്റെ കൃഷ്ണാന്ന് നിലവിളിക്കുന്നു. ഭഗവാനെ കണ്ണാ സഹായിക്കണേ എന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഈറനണിഞ്ഞ കണ്ണുകൾ തുറന്ന ആകാശത്തേക്ക് നോക്കി കൈകൾ കൂപ്പി. അതാ ഒരു വലിയ സ്വർണ്ണ നിറമുള്ള ഒരു ഗരുഡസ്വാമി പറന്നു വരുന്നു. അടുത്തേക്ക് വരുന്തോറും എനിക്ക് മനസ്സിലായി എൻ്റെ അടുക്കളയ്ക്ക് വരുന്നത് ഗരുഡൻ്റെ മുകളിലിരിക്കുന്ന സുന്ദര കോമളരൂപനാം ശംഖചക്ര ഗദാധാരിയായ ചതുർബാഹുക്കളോട് കൂടിയ ആരെയും തന്നിലേക്ക് ആകർഷിക്കുകയും കരുണയോറുന്നതും പത്മനയനങ്ങളോട് കൂടിയ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പനാണ്. എൻ്റെ ശരീരം ആകെ വിറച്ചു, കണ്ണുകൾ നിറഞ്ഞൊഴുകി, അനങ്ങാനാവാതെ നിന്നുപോയി. ഭഗവാൻ എൻ്റെ അടുക്കൽ പറന്നിറങ്ങി അടുത്തേക്ക് നടന്നെടുത്തു. സങ്കടത്തിൻ്റെ പാലാഴിയിലെ തിരകളെന്ന പോലെ നിറഞ്ഞൊഴുകുന്ന എൻ്റെ മിഴിനീർ ഭഗവാന്റെ കൈകളാൽ തുടച്ചു. എന്നിട്ട് എന്നെ മാറോട് ചേർത്തു. ഒന്നും അന്യോന്യം പറഞ്ഞില്ല. ആ നോട്ടത്തിലും തലോടലിലും എല്ലാം ഉണ്ടായിരുന്നു. ഭഗവാന്റെ മാറിൽ ചാഞ്ഞപ്പോൾ ഞാൻ എല്ലാം മറന്നു. പിന്നെ ശാന്തമായി കണ്ണുകൾ തുറന്നു. അപ്പോഴാണ് മനസ്സിലായത് അതൊരു സ്വപ്നമായിരുന്നുവെന്ന്. വിശ്വസിക്കാൻ പ്രയാസപ്പെട്ടു. എന്നാലും മനസ്സിൽ ശാന്തിയും സന്തോഷവും നിറഞ്ഞു നിന്നു. ചതുർബാഹുവായ പൊന്നു ഭഗവാനെ കാണുവാൻ സാധിച്ചല്ലോ എന്ന നിർവൃതിയിൽ ഭഗവാനോട് നന്ദി പറഞ്ഞു. അങ്ങനെ ഇരിക്കെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ ICUവിൽ പ്രവേശിപ്പിച്ചു. അച്ഛനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ശ്രീകാന്തേട്ട. അച്ഛനൊരു ക്യാൻസർ പോരാളിയാണ്. 13 വർഷം ഭഗവാന്റെ കൃപ കൊണ്ട് ക്യാൻസറുമായി പോരാടി തോൽക്കാതെ പിടിച്ചു നിന്നു. പക്ഷേ ഇത്തവണ അച്ഛനെ കീഴടങ്ങേണ്ടി വന്നു. ആ ദുഃഖം എനിക്ക് സഹിക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. നെഞ്ചു പൊട്ടുമാറ് അലറിക്കരഞ്ഞു. മനസ്സിലെ ദുഃഖത്തിൻ്റെ പേമാരി പൊട്ടിയൊഴുകി. ഭഗവാനെ വിളിച്ചു കരഞ്ഞു. പതുക്കെ മനസ്സിലെ കാറ്റും കോളും ശാന്തമായി. പിന്നെ എങ്ങോട്ട് എല്ലാം അതിജീവിക്കാനുള്ളൊരു ശക്തി മനസ്സിൽ നിറഞ്ഞു. ആ ശക്തി മനസ്സിൽ നിലയുറപ്പിച്ചു. അതെൻ്റെ പൊന്നു ഗുരുവായൂരപ്പനാണ്. അന്ന് സ്വപ്നത്തിൽ വന്ന് ആശ്വസിപ്പിച്ചതും നെഞ്ചോട് ചേർത്ത് ധൈര്യം തന്നതും എല്ലാം ഈ വരാൻ പോകുന്ന ദുഃഖത്തിൻ്റെ പേമാരിയെ മറികടക്കുന്നതിനും ഭഗവാൻ എപ്പോഴും കൂടെയുണ്ടെന്നും മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെയാണോ ശ്രീകാന്തേട്ട? ഒന്ന് പറഞ്ഞു തരാമോ? 2026 ജനുവരി 16 അച്ഛൻ ഭഗവാനിൽ അലിഞ്ഞിട്ട് 1 വർഷമായി. ഇപ്പോഴാണ് ഈ അനുഭവം ത്രിമധുരത്തിൽ പങ്കുവയ്ക്കണമെന്ന് തോന്നിയത്. ഒരുപാട് നീണ്ടുപോയതിൽ ക്ഷമിക്കണം. ഇങ്ങനെയൊന്നും എഴുതി ശീലമില്ലാട്ടോ. അതാവും ചുരുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും നടന്നില്ല. അച്ഛൻ്റെ ആത്മാവിന് ശാന്തി നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീകാന്തേട്ടൻ്റെ ശബ്ദത്തിൽ ഈ കൊച്ചനുഭവം വായിച്ചു കേൾക്കാൻ കാത്തിരിക്കുന്നു. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേശ്യ. എന്താ പറയേണ്ടത്? ഈ അനുഭവം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ. ഒരു മോളാണല്ലേ, അച്ഛന് വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പറയാൻ തന്നെ വിചാരിച്ചു. ഗ്രൂപ്പിലുള്ള മെമ്പറാണ്. നല്ല ഭംഗിയിൽ എഴുതിയത് കൊണ്ട് എനിക്ക് വായിക്കാനൊക്കെ നല്ല സുഖമുണ്ടായി. എന്താ പറയേണ്ടത്? സ്പ്രീനു എല്ലാവരും കൂടെയുണ്ട്. ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്കൊക്കെ വരാട്ടോ. ജോയിൻ ബട്ടണിലൂടെ വരിക. അനുഭവം അയച്ചു തന്നവരുടേത്, ഗ്രൂപ്പിലുള്ളവരുടേത് എനിക്ക് പ്രയോറിറ്റി കൊടുത്ത് വായിക്കാൻ പറ്റും. എനിക്ക് അവരെ പരിചയമുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടേതും വായിക്കും ആ ഊഴത്തിനനുസരിച്ച്. ഹരേ കൃഷ്ണ.